ഹലോ മക്കളെ, വെൽക്കം ടു സൈലം ലേണിംഗ്. ഫൈസൽ സാറാണ്. മക്കളെ, ഇതാണ് പരീക്ഷയ്ക്ക് ഉറപ്പിക്കാവുന്ന ചോദ്യം. ക്രിസ്മസ് പരീക്ഷയിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഉറപ്പിച്ചോളൂ, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ അവിടെ കാണാവുന്നതാണ്. ആ ചോദ്യമാണെന്ന് പറയാൻ പോകുന്നത് നമുക്കെല്ലാം അറിയുന്ന പോലെ തന്നെ ഗ്രിഡ് റെഫറൻസ് അല്ലെ. ഗ്രിഡ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു മാപ്പില്, ഒരു ടോപ്പോഗ്രഫിക്കൽ മാപ്പില് ഏറ്റവും ചെറിയ ഒരു മൈന്യൂട്ടായ വസ്തുവിന്റെ സ്ഥലം കണ്ടെത്താൻ വേണ്ടി, സ്ഥാനം കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഗ്രിഡ് റെഫറൻസ് എന്ന് പറയുന്നത്. അതില് ഗ്രിഡ് റെഫറൻസ് രണ്ട് തരം ലൈനുകളാണുള്ളത്. ഒന്ന് ഈസ്റ്റിങ്സും രണ്ട് നോർത്തിങ്സും. അതിൽ മക്കളെ ഈസ്റ്റിങ്സ് എന്ന് പറയുന്നത് ഈസ്റ്റിലേക്ക് പോകും തോറും വാല്യൂ കൂടുന്നതിനെ വിളിക്കുന്ന പേരാണ് ഈസ്റ്റിങ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇവിടെ നോക്കിക്കേ, 20, 21, 22, 23, 24 ഈസ്റ്റിലേക്ക് പോകുന്നതിനനുസരിച്ച് അതിന്റെ എന്ത് ചെയ്യാണ്, വാല്യൂ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കല്ലേ. 20, 21, 22 എന്ന് പറയുന്ന വാല്യൂ കൂടല്ലേ. ഈസ്റ്റിലേക്ക് പോകുന്നതിനനുസരിച്ച് വാല്യൂ കൂടുന്നതിനെ വിളിക്കുന്ന പേരാണ് ഈസ്റ്റിങ്സ് എന്ന് പറയാം. അത് വരയ്ക്കൽ എങ്ങനെയായിരിക്കും? തെക്ക് കിഴക്കായി, നമ്മൾ തെക്ക് വടക്കായിട്ടായിരിക്കും. എന്ന് വെച്ചാൽ മുകളിൽ നിന്ന്, താഴെ നിന്ന് മുകളിലേക്ക് എങ്ങനെയായിരിക്കും, ഇങ്ങനെ അത് വരയ്ക്കുന്നത് ഇങ്ങനെയാണെങ്കിലും അതിന്റെ വാല്യൂ എങ്ങോട്ടാണ്, ഈസ്റ്റിലേക്ക് പോകുന്തോറും വാല്യൂ കൂടുന്നത് കൊണ്ട് തന്നെ അതിന്റെ മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ നമ്മൾ എന്താ വിളിക്കുക, ഈസ്റ്റിങ്സ് എന്നാ വിളിക്കുക. അതേസമയം അടുത്താണ് നോർത്തിങ്സ്. നോർത്തിങ്സ് എന്ന് പറയുന്നത് നോർത്തിലേക്ക് പോകുന്തോറും വാല്യൂ കൂടുക. നിങ്ങൾ നോക്കിക്കേ, മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് ഇതിന്റെ വാല്യൂ കൂടല്ലേ. 10, 11, 12, 13, 14 എന്ന് പറയുന്നത് വാല്യൂ കൂടല്ലേ. അങ്ങനെയുള്ള ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, നമ്മൾ നോർത്തിങ്സ് എന്ന് വിളിക്കാം. ഇനി നമ്മൾ ഗ്രിഡിലേക്ക് പോകാം. ഗ്രിഡിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചോദ്യത്തിൽ തന്നെ വരാം. ഇവിടെയാണ് ഇങ്ങനെയായിരിക്കും നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കുക. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ ഇതിൽ നിന്ന് നമ്മളോട് പറയാണ്, ആദ്യം 4 ഗ്രിഡ് റെഫറൻസ് കാണാൻ പറഞ്ഞു. ഏതാണ്? 4 ഫിഗർ കേട്ടോ. ഇത് വലിപ്പൊക്കെ കൂടുതലാ അല്ലെ, അത് ചെറുതാക്കാട്ടാ. 4 ഫിഗർ, 4 ഗ്രിഡ് റെഫറൻസ് ആണ് കാണാൻ പറഞ്ഞത്. എന്ന് വെച്ചാൽ അതിൽ എത്ര അക്കമേ പാടുള്ളൂ? 4 അക്കങ്ങളെ പാടുള്ളൂ എന്നാണല്ലോ 4 ഫിഗറിൽ പറയുന്നത്. അതിൽ നമ്മളോട് ഒരു എക്സാമ്പിൾ നമ്മളോട് ചോദിക്കാം. ഫോർട്ട്, കോട്ടയുടെ, എന്തിന്റെയാണ്? ഫോർട്ട്, കോട്ട കേട്ടോ. കോട്ടയുടെ, കോട്ടയുടെ ലൊക്കേഷൻ കാണാനാണ് നമ്മളോട് പറഞ്ഞത് എങ്കിൽ മക്കളെ ഇവിടെ നോക്കിക്കോ നിങ്ങൾ എഴുതേണ്ടത് ആദ്യം ഇതിൽ കോട്ട ഏതാണെന്ന് മനസ്സിലാക്കണം. അതേതാണ്? ഇതാണല്ലോ. അത് നമ്മൾ എന്ത് സിംബലുകൾ നോക്കിക്കൊണ്ട്, ചിഹ്നങ്ങൾ നോക്കിക്കൊണ്ട് നമ്മൾ പഠിക്കേണ്ടതാണ്. അത് നമ്മൾ നോക്കി, എന്നിട്ട് ആ കോട്ട നിൽക്കുന്ന ആദ്യം വാല്യൂ നോക്കേണ്ടത് ഈസ്റ്റിങ്സാ. കാരണം നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡർ നോക്കിയാൽ മതി. ആൽഫബറ്റിക്കൽ ഓർഡറിൽ നമ്മൾ നോക്കുന്ന സമയത്ത്, ആൽഫബറ്റിക്കൽ ഓർഡറിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആകെ 2 തരം വാല്യൂ ഉള്ളത്, ഒന്ന് ഈസ്റ്റിങ്സും ഒന്ന് നോർത്തിങ്സും. അതിൽ ആൽഫബറ്റിക്കൽ ഓർഡറിൽ ആദ്യം ഈ, പിന്നെ കഴിഞ്ഞിട്ടല്ലേ N വരുള്ളൂ. അപ്പൊ അത് തന്നെ നോക്കാം. ആദ്യം നമ്മൾ ഈസ്റ്റിങ്സ് നോക്കുന്നു. ഈസ്റ്റിങ്സിന്റെ നിയമം എന്താ? ഈസ്റ്റിലേക്ക് പോകുന്തോറും വാല്യൂ കൂടുന്നതാ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാണ്, 81ന്റെയും ഇവിടെ 81ന്റെയും 82ന്റെയും ഇടയിലാണ്. 81ന്റെയും 82ന്റെയും ഇടയിലാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ നിയമം, അതിൽ ഏറ്റവും ചെറിയ വാല്യൂ ഏതാണോ അതെടുക്കുക. 81 ആണോ 82 ആണോ വലുത്? സംശയമൊന്നുമില്ല, 81. സംശയമൊന്നും വേണ്ട, 81. അപ്പൊ 81 ഇട്ട് കൊടുത്തു, 81 ഇട്ട് കൊടുത്തു. രണ്ടാമത്തത് അതിന്റെ നോർത്തിങ്സ് നോക്കുന്നു. നോർത്തിങ്സ് നോക്കുക, 34ന്റെയും 35ന്റെയും ഇടയിലാ. അതിൽ ചെറുതേതാ? 34. കഴിഞ്ഞു, ആൻസർ കഴിഞ്ഞു. ഇത്രയേ ചെയ്യാനുള്ളൂ. എളുപ്പല്ലേടാ, എളുപ്പല്ലേ? അതേസമയം നമ്മൾ 4 ഫിഗർ ഗ്രിഡ് റെഫറൻസിന്റെ മറ്റൊന്നിന് നോക്കാം. നമ്മളെ പോണ്ടിന്റെ തടാകത, ഇതിന്റെ തടാകം എന്ന് പറയുന്നത്. പോണ്ടിന്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എഴുതി വെക്കുന്നു, പോണ്ട് തടാകമാട്ടോ. തടാകത്തിന്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 82ന്റെയും 83യുടെയും ഇടയിലല്ലേ? അതെ. അപ്പൊ നമ്മൾ ഏതാ എഴുതേണ്ടത്? 82 ആണ് എഴുതേണ്ടത്. 82ന്റെയും 83യുടെയും ഇടയിലായതുകൊണ്ട് നമ്മൾ 82 എഴുതുന്നു. അത് കഴിഞ്ഞിട്ട് 35ന്റെയും 36ന്റെയും ഇടയിലല്ലേ? അപ്പൊ ഏത് എഴുതുന്നു? 35 എഴുതുന്നു. ആൻസറായി. ഇത്ര സിമ്പിൾ ആയിട്ട് നിങ്ങൾ എഴുതിയാൽ ഓരോന്നിനും നിങ്ങൾക്ക് ഓരോ മാർക്ക് വെച്ച് കിട്ടും. ഇത് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അതേസമയം അടുത്തതാണ് 6 ഫിഗർ, 6 അക്ക ഗ്രിഡ് റെഫറൻസ്. ഇവിടെയാണ് എന്റെ മക്കൾക്ക് ഒരു ചെറിയ പേടി വരുന്ന ഒരു ഭാഗം. സാറേ തെറ്റുമോ എന്ന പേടിയുള്ള ഭാഗം. ഈ 6 ഫിഗർ വലിയ വസ്തുവിന്റെ പറയില്ല, ചെറിയ ഏതെങ്കിലും വസ്തുവിന്റെ. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കിണറിന്റെ എടുക്കാം. ഇതിലേതാ കിണർ? ഇതാണല്ലോ കിണർ. ഈ കിണറിന്റെ ലൊക്കേഷൻ നോക്കുന്ന സമയത്ത് ആദ്യം മക്കളെ നമ്മൾ പഴയ രീതി തന്നെ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, കിണർ എന്ന് എഴുതി വെക്കാം കേട്ടോ. വെല്ലിന്റെ ആണ് നമ്മൾ നോക്കുന്നത്. വെല്ലിന്റെ കിണറിന് നമ്മൾ നോക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈസ്റ്റിങ്സ് തന്നെയാണ് നോക്കേണ്ടത്. ഈസ്റ്റിങ്സ് 83യുടെയും 84ന്റെയും ഇടയിലാണ്. നമ്മൾ എന്ത് എഴുതുന്നു? 83 എന്ന് എഴുതുന്നു. കഴിഞ്ഞിട്ടില്ല മക്കളെ, കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഈ 83യുടെയും 84ന്റെയും ഇടയിൽ 10 തുല്യ ലൈനുകൾ വരയ്ക്കാം. അതിന് നിങ്ങൾ സെന്ററിൽ ഒരു 5, സെന്റർ എത്തുമ്പോ 5 ആയിരിക്കൂലേ? അപ്പൊ 5 കഴിഞ്ഞിട്ട് അതുള്ളത്. അപ്പൊ 1, 2, 3, 4, 5.
6, 7, 8, 9, 10 അല്ലെ? 10 നമ്മൾ വരച്ചു. എന്നിട്ട് നമ്മൾ നോക്കുക, എന്നിട്ട് നിങ്ങൾ നോക്കിക്കോ, നമ്മൾ നോക്കിക്കോടാ, ഈ വെല്ലെന്ന് പറയുന്നത് ഏകദേശം എന്താ ഇവിടെയല്ലേ ഉള്ളത്? ഈ ലൈനിന്റെ താഴെയായിട്ടല്ലേ വെല്ലുള്ളത്? ആ ലൈൻ എന്ന് പറഞ്ഞാൽ 5 കഴിഞ്ഞിട്ട് 6, 7, 8, 8ലല്ലേ കിടക്കുന്നത്? സോ നമ്മൾ എഴുതുന്നു, ഇവിടെ എഴുതുന്നു 8 എഴുതുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോർത്തിങ്സ് നോക്കുന്നു. നോർത്തിങ്സ് നമ്മൾ 35 അല്ലേ? 35. അവിടെയും നമ്മൾ 10 ഈക്വൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കഷ്ണം മുറിക്കുന്നു. 10 എണ്ണമായിട്ട് ഇവിടെ കഷ്ണം മുറിക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിക്കോ, 10 എണ്ണമാക്കിയിട്ട് ഇവിടെ അല്ലേ 5 വരിക. 5 നമ്മൾ സെന്റർ നമുക്ക് മാർക്ക് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. അതുകൊണ്ടാണ് സെന്റർ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ 5 പീസുകളാക്കുന്നു. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 അല്ലേ? അതിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിക്കോ, ഇത് ഏതിന്റെ ഗ്യാപ്പിലാ? ഇവിടുന്ന് തന്നെ നോക്കുന്ന സമയത്ത് ഏകദേശം 2ന്റെയും 3ന്റെയും ഒക്കെ ഇടയിലാ. അപ്പൊ നമുക്ക് എഴുതി വെക്കാം, വേണമെങ്കിൽ 2 അല്ലെങ്കിൽ ഏത് വെക്കാം, അല്ലെങ്കിൽ 3 എന്ന് എഴുതി വെക്കാം. 6 നമ്പർ ആയില്ലേ? 83, 8, 35, 3 6 ആയില്ലേ? ഇത്രയുള്ളൂ നമ്മൾ ചെയ്യാൻ. സിമ്പിൾ ആയിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പൊ മക്കളുടെ ഒരു പ്രശ്നം എന്താണോ? സാറേ, ഞങ്ങൾ എങ്ങാനും നോക്കുന്ന സമയത്ത് ഇത് ഞങ്ങൾ വരയ്ക്കാണല്ലോ, വരയ്ക്കുന്ന സമയത്ത് ഈ 3ന് പകരം 4 ആയാലോ കുഴപ്പമില്ലടാ, 3ന് പകരം 2 ആയാലോ കുഴപ്പമില്ല. ചെറിയ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടോ നമ്മളെ 6 ഫിഗറിൽ മാറ്റിയാ പ്രശ്നമില്ല, മാറി വന്നാൽ നമുക്ക് പ്രശ്നമില്ല. അതേസമയം അതിന്റെയും ഫോർ ഗ്രിഡ് പെർഫെക്റ്റ് ആവണം. 4 എന്തായിരിക്കണം? പെർഫെക്റ്റ് ആയിട്ട് അടിപൊളിയായിട്ട് നമ്മൾ സെറ്റ് ആയിരിക്കണം. 4 നമ്മൾ സിമ്പിൾ ആയിട്ട് ചെയ്ത ആളുകളാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മക്കളെ, ട്യൂബ് അല്ലേ കുഴൽക്കിണർ? ഏതാ കുഴൽക്കിണർ? ഇതാണല്ലോ കുഴൽക്കിണർ. കുഴൽക്കിണറിന്റെ ലൊക്കേഷൻ നമ്മൾ പറയുന്നു ട്യൂബ് വെൽ ആട്ടോ. ട്യൂബ് വെൽ എന്നാണ് കുഴൽക്കിണറിനെ പറയാം. ട്യൂബ് വെല്ലിന്റെ ലൊക്കേഷൻ നമ്മൾ പറയുന്നു 83യുടെയും 84ന്റെയും ഇടയിൽ. അതുകൊണ്ട് 83 ഇട്ട് കൊടുത്തു. അതും ഏകദേശം എന്തെന്നെയാണ്? 8 തന്നെയാണ്. താഴെ നമ്മൾ നോർത്തിങ്സിലേക്ക് നോക്കുന്ന സമയത്ത് 34ന്റെയും 35ന്റെയും ഇടയിലാണ്. 34 ഇട്ട് കൊടുത്തു. അത് എത്ര വരും? ഏകദേശം വരുന്ന സമയത്ത് ഇവിടെ ഒരു 5 വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം എന്താണ്? ഒരു 4 ലക്കിയായിരിക്കും. 4 ഇട്ട് കൊടുത്തു. സോ ആൻസർ ആയി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്റെ മക്കളെ, ഇതിന് താഴെ നിങ്ങൾ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യേ. 2 എണ്ണത്തിന്റെ കമന്റ് ചെയ്യണം. ഒന്ന് 4 ഫിഗർ ഗ്രിഡ് റെഫറൻസ്, ഗ്രേവ് യാർഡിന്റെ ശവപ്പറമ്പ് ഇതിന്റെ 4 ഫിഗർ ചെയ്യേ. അതിന്റെ കൂടെ തന്നെ ചർച്ചിന്റെ ഇതാണല്ലോ ചർച്ചിന്റെ 6 ഫിഗറും മക്കൾ എന്ത് ചെയ്യുക? ഒന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പൊ മക്കൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടോ എന്ന് മനസ്സിലാവും. സോ മക്കളെ, ഈ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് 4 മാർക്കിന് പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കുന്നതാണ്. നിർബന്ധമായിട്ട് മക്കൾ പഠിച്ചിട്ട് പോവാ. ഈസി ആയിട്ട് മക്കളെ 80 മാർക്കിൽ ഈസി ആയിട്ട് നമ്മളെ കൊണ്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഭാഗമാണ്. ഒരു കാരണവശാലും എന്റെ മക്കളെ മിസ്സാക്കരുത്. ഇതുപോലത്തെ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.